ഇതാ ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രണ്ടാമത്തെ ദിവസം UDF സ്ഥാനാർത്ഥിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. പാണി പാളുമോ? ശ്രീ അഭിലാഷേ, ഈ തെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരെയുള്ള വലിയ പോരാട്ടമാണ്. ആ പോരാട്ടം നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. ആ പോരാട്ടത്തിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത് തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലും ഏറ്റവും ഒടുവിൽ പാലക്കാട് CJP മുന്നണി ഉൾപ്പെടെയുള്ള മുന്നണിയെ പരാജയപ്പെടുത്തി നേടിയ ഉജ്ജ്വലമായ വിജയമാണ്. ആ വിജയത്തിൻ്റെ കരുത്തിലാണ് ഞങ്ങൾ നിലമ്പൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും ആ നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ അതിശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗ്രൗണ്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അതിനുമായി ബന്ധപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും ഈ മാസങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വോട്ട് ചേർക്കലും അതോടൊപ്പം തന്നെ ബൂത്ത് മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കുത്തക മണ്ഡലമായിരുന്നു. ആര്യാടൻ 3.5 പതിറ്റാണ്ട് ഈ മണ്ഡലം MLA ആയിരുന്നതാണ്. പക്ഷേ ആ മുന്നോട്ട് പോക്കിന് ഒരു തടയിട്ടത് PV അൻവറാണ്. 2 തവണ തുടർച്ചയായി ആര്യാടൻ ഷൗക്കത്തിനെയും VV പ്രകാശിനെയും പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭയിലേക്ക് പോയി. ഇപ്പൊ സ്വന്തം നിലയ്ക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന UDFന്റെ കുത്തക മണ്ഡലം പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ആളായിരുന്നു അൻവർ. ഒപ്പം അദ്ദേഹത്തിന് CPMന്റെ പിന്തുണയുണ്ടായിരുന്നു. ആ അൻവർ ഒരു തുറുപ്പ് ചീട്ടാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ് കടന്നുപോയത്. ഇപ്പൊ നിങ്ങൾക്കെതിരെ അൻവർ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ പിണറായി സത്തിനെതിരെയുള്ള വോട്ട് രണ്ടായിട്ട് പിളർന്നു പോവില്ലേ? ശ്രീ അഭിലാഷെ, നിലമ്പൂരിലെ ജനത ഇതൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനകത്ത് അനുകൂലികളും എതിരാളികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇനി വരുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ നമുക്ക് കാണാം എന്താണ് ആ ആത്മവിശ്വാസം, ഞങ്ങൾക്കുണ്ടായ ആത്മവിശ്വാസം ആ സ്ഥാനാർത്ഥിയോട് ഞങ്ങൾ മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഐക്യജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ അംഗീകരിച്ച് മുമ്പോട്ട് വന്നത്. ഇനിയുള്ള പോരാട്ടം നിലമ്പൂർ അംഗത്തിൽ നമുക്ക് കാണാം. ആ അംഗം എല്ലാറ്റിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ പിണറായി സത്തിന് ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിനെ മണ്ണിൽ അതിനെ കുഴിച്ചു മൂടാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങളെ 9 വർഷക്കാലമായി എല്ലാ തരത്തിലും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വലിയ രൂപത്തിലുള്ള കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ തീർച്ചയായിട്ടും നിലമ്പൂരിൽ ഉണ്ടാകും. കഴിഞ്ഞ പാലക്കാട് ഞങ്ങൾ 15,000 മുകളിലേക്ക് PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ മത്സരിക്കുന്ന കാര്യം അൻവർ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോ ഞാനാണ് പിണറായി സത്തിനെതിരെ പോരാട്ടം നടത്തിയത്, പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുഖം ഞാനാണ് എന്ന് PV അൻവർ നിലമ്പൂരിലെ അദ്ദേഹത്തിന്റെ ജനങ്ങളോട്, അതായത് അദ്ദേഹത്തെ MLA ആയി തെരഞ്ഞെടുത്ത ജനങ്ങളോട് സ്ഥാപിക്കുകയും അതുവഴി UDFന് കിട്ടുമായിരുന്ന വോട്ടുകൾ കൂടി പിടിക്കുകയും കാര്യങ്ങൾ വഷളാക്കുകയും ചെയ്യാം എന്നൊരു സെനാരിയോ കൂടിയുണ്ട്. ഒരു ത്രികോണ മത്സരം നടന്നാൽ താങ്കൾ ഈ പറയുന്ന ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വോട്ടുകൾ ഒരു ഷെയർ PV അൻവർ പിടിക്കില്ലേ? ആ അപകടം കാലേക്കൂട്ടി ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ കോൺഗ്രസ്? ശ്രീ അഭിലാഷ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാർലമെന്റ് നടന്നത്. അവിടെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാ? ആ ഭൂരിപക്ഷം ഉൾപ്പെടെ നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും ഇടതുപക്ഷത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് ആ ഒരു വലിയ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും ആ വികാരം ആ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനകത്തുണ്ട്, കേരളത്തിലുണ്ട്. ആ കേരളത്തിലുള്ള ആ വികാരം നിലമ്പൂരിനകത്തുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്കതിനകത്ത് ആശങ്കയില്ലെന്നേ. ഞങ്ങളങ്ങനെ ആശങ്കക്ക് വകയില്ല. അങ്ങനെ ആരെയും ഭയപ്പെട്ടുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നു. പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നു, മുന്നണി തീരുമാനം എടുത്തിരിക്കുന്നു. ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ വരുന്നത് പോലെ കാണാം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്ക് പോരാട്ടം ഇറങ്ങുമ്പോൾ കാണാം എന്തൊക്കെ വരാൻ പോകുന്നു. അതിനെയൊക്കെ ജീവിക്കാനുള്ള കരുത്ത് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് ശ്രീ അഭിലാഷ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയവുമില്ല. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഭയം? ഞങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇത്ര ആശങ്ക? ഞങ്ങൾ കഴിഞ്ഞ പാലക്കാട് നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു, ഇതാ പാലക്കാട് മറിയാൻ പോകുന്നു, ഇതാ BJP ജയിക്കാൻ പോകുന്നു, മാധ്യമ പ്രചാരണം ഉൾപ്പെടെ ഉണ്ടായില്ലേ? എന്നിട്ട് 18,000-ൽ പരം വോട്ടിനല്ലേ രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചത്? നിങ്ങളൊക്കെ കണ്ണ് തള്ളിപ്പോയില്ലേ? അതിനേക്കാളും വലിയ കണ്ണ് തള്ളാൻ പോകുക നിലമ്പൂരിൽ. ഏതെല്ലാം തരത്തിലുള്ള കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നിലമ്പൂരിലുണ്ട്, കേരളത്തിലുണ്ട്. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ.